ആഹ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്നെന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയ സഹോദരി ലവ്ലി ഓർപ്പിച്ചതുപോലെ ക്രിസ്തീയ സഹോദരി എന്ന ഈ ഓൺലൈൻ മിനിസ്ട്രി നമ്മൾക്ക് ഏവർക്കും അനുഗ്രഹമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പലപ്പോഴും ഡാർലി ആൻറ്റി ഓർപ്പിക്കാറുള്ള ഒരു ബൈബിൾ കോളേജ് ആണ്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയും നമ്മൾക്ക് വിവിധ ആക്ടിവിറ്റീസ് ഉണ്ട്. ദൈവം ഇത്രത്തോളം ഈ പ്രവർത്തനത്തെ അനുഗ്രഹിക്കുന്നു എന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മാത്രമല്ല, പ്രിയ സഹോദരി ലവ്ലി ഓർപ്പിച്ചതുപോലെ യൂത്ത് മിനിസ്ട്രി വളരെ അനുഗ്രഹമായിട്ട് നടന്നു വരുന്നു. ഇന്ന് യൂത്ത് മിനിസ്ട്രിക്ക് ഞാൻ ജസ്റ്റ് അതിന്റെ കൂടെ നിൽക്കുന്നതേ ഉള്ളൂ. എന്നാൽ എൻ്റെ പ്രിയ യുവ സഹോദരിമാര് എൻ്റെ കൂടെ നിൽക്കുകയും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു. ആൻഡ് സിസ്റ്റർ ലവ്ലി ഓൾസോ ഇസ് വൺ ഓഫ് ദ ലീഡേഴ്സ് ഓഫ് ദ യൂത്ത് ഗ്രൂപ്പ്. താങ്ക് യു സിസ്റ്റർ ലവ്ലി. അങ്ങനെ ഇന്ന് നമുക്ക് ഇങ്ങനെ യൂത്ത് മീറ്റ് എന്ന നിലയിൽ കൂടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമുക്ക് വചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ എന്ന് ഞാൻ ഏറ്റവും വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ ഗ്രേറ്റ് തിങ്സ് ഓർ സംതിങ് ന്യൂ. ഒരു പുതിയ കാര്യമൊന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എ റിമൈൻഡർ, നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുവാൻ, ചില കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ ഇന്ന് ഈ വൈകുന്നേരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി കടന്നു വന്ന എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ നമ്മളെ സ്നേഹിക്കുന്ന ആന്റിമാര് പലരും വന്നിട്ടുണ്ട്. ആന്റിമാർക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹത്തെ ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു ഫോർ ടേക്കിംഗ് യുവർ ടൈം ഫ്രം യുവർ ബിസി ഷെഡ്യൂൾ ആൻഡ് ജോയിനിങ് അസ്. താങ്ക് യു. നമുക്കറിയാം, ബൈബിളിൽ നമുക്ക് നോക്കുമ്പോൾ അനേകം മിറാക്കിൾസ് ഉണ്ടല്ലേ. ദൈവം ചെയ്ത അനേക അത്ഭുത പ്രവൃത്തികളുണ്ട്. ഇതിൽ നിന്നൊക്കെയും നമുക്ക് പാഠങ്ങൾ പഠിക്കാനും ഉണ്ട്. ഓരോ അത്ഭുതം നമ്മളൊന്ന് പഠിക്കുമ്പോൾ നമുക്കറിയാം, പ്രിയ സഹോദരി ലവ്ലി അതുപോലെ പ്രിയ സഹോദരി ലവ്ലി ബൈബിൾ സ്റ്റഡി മെത്തേഡ് എടുത്തപ്പോൾ എങ്ങനെ ഒരു മിറാക്കിളിനെ നമ്മൾ പഠിക്കണം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറയുണ്ടായി. അതുപോലെ നമ്മുടെ സഹോദരി സുനിജ ഗോൾഡ് മിനിസ്ട്രി ഓഫ് ജീസസ് എന്ന ടോപ്പിക് എടുത്തപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെ ഒരു മിറാക്കിൾ, ജീസസിന്റെ മിറാക്കിൾസിനെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതിലൊരു മിറാക്കിൾ എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ ചില പാഠങ്ങളുണ്ട്. അതൊന്ന് ഓർമ്മിപ്പിക്കുവാൻ മാത്രമാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ബൈബിൾ ഒന്ന് പരിശോധിച്ചാൽ ദൈവം ഉപയോഗിച്ചത് വലിയ വലിയ ആൾക്കാരെയോ ഒന്നുമല്ല. ദൈവം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഒക്കെയാണ് കർത്താവായ യേശുക്രിസ്തു യൂസ് ചെയ്തത്. അപ്പൊ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു മിറാക്കിളിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മലയാളത്തിൽ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. മാർക്ക്, ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 10 വേഴ്സസ് 46 to 52. ആരെങ്കിലും ഒന്ന് മലയാളത്തിൽ ഒന്ന് വായിച്ച് സഹായിക്കാമോ? അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പും ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട്,
ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബുനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു. Praise the Lord. ദൈവം ഈ വായന ഭാഗം നമുക്ക് അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. ഇത് നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ളതല്ലേ? നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ളതും അനേകം മെസ്സേജസ് ഇതിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. എങ്കിലും ഇന്ന് നമുക്ക് എന്താണ് ദൈവം നമ്മളോട് സംസാരിക്കാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ മിറാക്കിൾ, ദൈവം ചെയ്ത ഈ അത്ഭുത പ്രവൃത്തി ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 29 തുടങ്ങി 34 വരെയുള്ള വാക്യങ്ങളിലും കൊടുത്തിട്ടുണ്ട്. ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 35 to 43, മാത്യു ചാപ്റ്റർ 20 വേഴ്സസ് 29 to 34, ഇപ്പൊ നമ്മൾ വായിച്ച മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 46 to 52. ഈ 3 സുവിശേഷങ്ങളിലും ഈ ഒരു മിറാക്കിൾ അല്ലെങ്കിൽ അത്ഭുത പ്രവൃത്തിയെ കുറിച്ച് സുവിശേഷം എഴുതിയ ദേവദാസന്മാര് പറയുന്നുണ്ട്. പക്ഷേ നമ്മളൊന്ന് ഇതൊന്ന് 3 സുവിശേഷങ്ങളൊന്ന് വായിച്ചാല് വ്യത്യാസങ്ങളുണ്ട്. അത് കമന്ററീസിൽ വായിച്ചാല് ഡിഫറെന്റ് റീസൺസ് അവർ പറയുന്നുണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ്, നമുക്ക് ഈ ഇവിടെ പറയുന്ന ബാർത്തിമസ് എന്ന ഈ കുരുടനായ മനുഷ്യനെ നിന്ന് നമുക്ക് എന്ത് പഠിക്കുവാനുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. What do we have to learn from this blind Bartimaeus? നമുക്കൊന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സുവിശേഷങ്ങളില് ഈ അത്ഭുത പ്രവൃത്തി പറയുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ലെസൺ നമുക്ക് എന്താണ്? For the first lesson that we learn from this blind Bartimaeus, നമുക്കറിയാം ബാർത്തിമസിന്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു. എന്നും ഒരു റുട്ടീനാണ് അല്ലെ? ഒരു റുട്ടീൻ. രാവിലെ വരുന്നു, വാതിൽക്കൽ ഇരിക്കുന്നു, ആ ദേവാലയത്തിന്റെ ആ സിറ്റിയുടെ വാതിൽക്കൽ ഇരിക്കുന്നു. ആൻഡ് ഹി ഈസ് ബെഗിങ്, മറ്റുള്ളവരുടെ ദയയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, വല്ലതും തരണേ എന്ന് അപേക്ഷിക്കുകയാണ്. There is no change in his life and he is using whatever he gets for his livelihood. തനിക്ക് കിട്ടുന്നത് ആ ചെറിയ പണശേഖരം, he is using it for his livelihood. അങ്ങനെ റുട്ടീനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇന്നത്തെ ദിവസം, ടുഡേ there is a difference. ഇന്ന് അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. അസാധാരണമായ ഒരു ജനക്കൂട്ടം. അവന് കാഴ്ചയില്ല, ബട്ട് ഹീസ് ഏബിൾ ടു ഹിയർ. ഓക്കെ, ഹീസ് ഏബിൾ ടു ഹിയർ. എന്താ കേൾക്കുന്നത്? അവിടെ ജനങ്ങളുടെ ഫുഡ് സ്റ്റെപ്സ് കേൾക്കുന്നു, ബഹളം കേൾക്കുന്നു. അപ്പം ബാർത്തിമസ് അവിടെ അന്വേഷിക്കുക. എന്താ അന്വേഷിക്കുന്നേ? എന്തോ സംഭവിക്കുന്നേ അല്ലെ? നമ്മളൊക്കെ ആണെങ്കിലും വി ആർ ഓൾ ഇൻക്വിസിറ്റീവ്, നമ്മളും ക്യൂരിയസ് ആയിട്ട് ചോദിക്കും. അപ്പം അവിടെ പറയുന്നുണ്ട്, ജീസസ് ഓഫ് നാസറത്ത് ഈസ് പാസിംഗ് അല്ലേ? നസ്രേനായ യേശു ക്രിസ്തു അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഹീസ് പാസിംഗ് ദാറ്റ് വേ എന്ന് പറയുന്നു. അപ്പോൾ ബാർത്തിമസ് എന്താ ചെയ്തേ? ഹി ഗ്രാബ്ഡ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ആ കിട്ടിയ അവസരമുണ്ടല്ലോ, ഏറ്റവും ഹി ഗ്രാബ്ഡ് ഇറ്റ്. അതങ്ങ് ഒന്നും നോക്കിയില്ല. ഹി സ്റ്റാർട്ടഡ് ഷൗട്ടിങ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ബാർത്തിമസിനോട് എന്താ പറയുന്നേ? ജീസസ്, when he heard that it was Jesus of Nazareth. അത്രയുള്ള ഇൻഫർമേഷനെ അവിടെ നിന്ന് കിട്ടിയുള്ളൂ. പക്ഷേ ബാർത്തിമസ് എങ്ങനെ അവിടെ യേശു കർത്താവിനെ അഡ്രസ് ചെയ്യുന്നത്? സൺ ഓഫ് ഡേവിഡ്. അപ്പൊ തീർച്ചയായിട്ടും ബാർത്തിമസിന് യേശു കർത്താവിനെ കുറിച്ച് കുറച്ച് കൂടിയ കാര്യങ്ങൾ അറിയാമായിരുന്നു അല്ലെ? ജീസസ് വാസ് ദ സൺ ഓഫ് ഡേവിഡ്, ദ പ്രോമിസ്ഡ് സൺ ഓഫ് ഡേവിഡ്. യേശു കർത്താവ് മശിഹ ആണ് എന്നുള്ളത് ബാർത്തിമസിന് മനസ്സിലായി. ഹി ന്യൂ ദാറ്റ്. ആൻഡ് മോർ ഓവർ ബാർത്തിമസിന് വേറൊരു കാര്യം കൂടെ മനസ്സിലായിരുന്നു. എന്തുവാ? എനിക്ക് സൗഖ്യം തരുവാൻ
ഈ യേശു കർത്താവിന് കഴിയും. ഈ ദാവീദ് പുത്രനായ യേശു കർത്താവിന് കഴിയും. അതുകൊണ്ട് താൻ എന്താ ചെയ്തെന്നറിയാമോ? He used that opportunity. He grabbed that opportunity. എന്നിട്ട് അവിടെ കിടന്ന് he's crying out, Jesus, son of David. അവൻ അറിയാം ഇനിയും ഇങ്ങനെ ഒരു അവസരം കിട്ടത്തില്ല എന്നുള്ളത് ബർത്തിമേസിന് നന്നായിട്ട് അറിയാം. യേശു കർത്താവ് ഇപ്പോൾ ഈ പട്ടണം വിട്ടൊന്ന് പോയി കഴിഞ്ഞാല് പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടത്തില്ല. So what did he do? He grabbed that opportunity. He cried out. തന്റെ ഫുൾ വോയിസില് താൻ എന്താ ചെയ്ത? കരഞ്ഞു, ജീസസ് സൺ ഓഫ് ഡേവിഡ്, ഹാവ് mercy on me. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ആന്റിമാരെ, സഹോദരിമാരെ, നമ്മൾക്ക് നമ്മുടെ ക്രിസ്തീയ സഹോദരിയുടെ മോട്ടോ അത് തന്നെയാണ്, മേക്ക് ദ ബെസ്റ്റ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി. പ്രിയ സഹോദരി ലവ്ലി നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട, ഡിജിറ്റൽ മേഖലയിൽ നമുക്ക് വലിയ പ്രസംഗമൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ ഫോണുണ്ട്. അതിലൂടെ നമ്മുടെ കൂട്ടുകാർക്ക് ഒരു മെസ്സേജ് അയക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഇങ്ങനെയുള്ള നമ്മുടെ ഗ്രൂപ്പ്സ് ഉണ്ട്, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ? ഈ ബർത്തിമേസിനെ പോലെ the first lesson that we learn from Bartimaeus is to grab opportunities to have an encounter with Jesus. യേശു കർത്താവുമായിട്ട് ലഭിക്കുന്ന ഏത് അവസരവും, യേശു കർത്താവിന്റെ കൂടെ ലഭിക്കുന്നതും മാത്രമല്ല, യേശു കർത്താവിനായിട്ട് ലഭിക്കുന്ന അവസരങ്ങളും നമ്മൾ വിട്ട് കളയരുത്. പിന്നെ വേറൊരു കാര്യം എനിക്കിവിടെ ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഈ കർത്താവായ യേശു കർത്താവിനെ ആരെങ്കിലും പേഴ്സണൽ ബന്ധത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, ചിലപ്പോൾ ഈ എന്നെ കേൾക്കുന്ന, ഇപ്പോൾ നിങ്ങൾ ഓഡിയോയിൽ കൂടെ ഇപ്പോൾ ലൈവായിട്ട് കേൾക്കുന്നുണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലോ ഒക്കെ ഇരുന്ന് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. മാത്രമല്ല വരുന്ന ദിവസങ്ങളിൽ ഇത് ചിലപ്പോൾ യൂട്യൂബിലോ ഒക്കെ അപ്ലോഡ് ചെയ്താൽ ആ സമയത്ത് തന്നെ ഈ വിഷയം കേൾക്കുന്നുണ്ടാവും. വളരെ സ്നേഹത്തോടെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. പൗലോസ് അവിടെ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ടുഡേ ഇസ് ദ ഡേ ഓഫ് സാൽവേഷൻ. ഹെബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നാകുന്നു രക്ഷാ ദിവസം. പ്രിയ എന്റെ സ്നേഹിതേ, നാളത്തേക്ക് അത് പോസ്റ്റ്പോൺ ചെയ്യ. കർത്താവിലേക്ക് ഒരു ബന്ധത്തിലേക്ക് വരുന്ന കാര്യം നാളത്തേക്ക് നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യല്ല. ടുഡേ ഇസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. Today, if you have not come into a personal relationship with this Jesus, I invite all of you who are listening to me, if you have not come to this personal relationship with the Lord, today is the best day. നാളത്തേക്ക് മാറ്റി വെക്കല്ലേ. മാത്രമല്ല, ഈ ദൈവമായിട്ടുള്ള, ഈ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വന്ന സഹോദരിമാര്, നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കാതെ, നമ്മുടെ ജീവിതം ക്ഷണികമാണ്. നമ്മൾ നാളെ എന്ത് നടക്കും നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഇന്ന് നമ്മുടേതാണ്. ടുഡേ ഈസ് അവേഴ്സ്. ഇന്ന് ലഭിക്കുന്ന അവസരങ്ങൾ നമുക്ക് പാഴാക്കാതെ യൂസ് ചെയ്യുവാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് അടുത്ത പോയിന്റ്, നമ്മുടെ വിശ്വാസം ആരിലാണ്? ഇൻ ഹൂം ഈസ് അവർ ഫെയ്ത്ത്. പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി ഒടുവോളം കാക്കും. ഇവിടെ ബർത്തിമേസിനെ ഒന്ന് നോക്കിക്കേ, എന്തോ അവിടെ പറയുന്ന, അവൻ വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ജീസസ് സൺ ഓഫ് ഡേവിഡ്. എന്റെ വിശ്വാസം നിന്നിലാണ്, എന്റെ സൗഖ്യത്തിനായിട്ടുള്ള വിശ്വാസം നിന്നിലാണ്, നിനക്കത് കഴിയുമെന്ന് ഞാൻ 100% ഉറച്ച് വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആരെ വിശ്വസിക്കും? ഞാൻ ഈ കാണുന്ന എല്ലാവരും, ഈ ബർത്തിമേസിന്റെ ജീവിതത്തിലേക്കൊന്ന് നമ്മൾ നോക്കിയാൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് അല്ലേ? പോകുന്നവരൊക്കെ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടാവാം. പക്ഷെ തനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ യേശു എന്നെ ഒന്ന് തൊട്ടാൽ, ഈ യേശുവുമായിട്ട് എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടായാൽ ഇന്ന് കുരുടായിരിക്കുന്ന എന്റെ കണ്ണുകൾ തുറക്കുവാൻ ശക്തനായ ഒരു ദൈവമാണെന്നുള്ളത് ബർത്തിമേസ് വിശ്വസിച്ചു. പ്രിയ ദൈവമക്കളെ, ഇൻ ഹൂം ഇസ് അവർ ഫെയ്ത്ത്. പലപ്പോഴും
നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്ന, ലെറ്റ് മീ പുട്ട് ഇറ്റ് ദിസ് വേ, നമ്മുടെ ആശ്രയം മനുഷ്യരിൽ ആശ്രയിക്കേണ്ട മീൻസ് ഞാൻ പറയുന്ന ഡോക്ടേഴ്സിലോ മാതാപിതാക്കളിലോ ഒന്നും ആശ്രയിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് നമ്മുടെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഫെയ്ത്ത്, നമ്മുടെ ആ ഫെയ്ത്ത് ആരിലാണ്? നമ്മൾ ആദ്യം ചെല്ലുന്നത് നമ്മുടെ ആവശ്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഭാരങ്ങൾ എവിടെയാണെങ്കിലും നമ്മൾ ആദ്യം ചെല്ലുന്നത് എങ്ങോട്ടാ? ബർത്തമസ് യേശു കർത്താവിനെ തന്റെ ഈ പ്രയാസത്തിൽ നിന്ന് മാറ്റുവാൻ യേശു കർത്താവ് മതി. മൈ ഫെയ്ത്ത് ഈസ് ഇൻ ദിസ് ജീസസ് സൺ ഓഫ് ഡേവിഡ്. ദാവീദ് പുത്രനായ യേശു കർത്താവിലാണ് എൻ്റെ വിശ്വാസം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം ലോകത്തിലോ നമ്മുടെ ധനത്തിലോ നമ്മുടെ എഡ്യൂക്കേഷനിലോ നമ്മുടെ ജോലിയിലോ നമ്മുടെ സ്പൗസസിലാണെങ്കിൽ പോലും അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ യേശു കർത്താവിലുള്ള വിശ്വാസം അതെന്നും നിലനിൽക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ കർത്താവ് മരണത്തോളം നമ്മളെ സ്നേഹിച്ചു, നിത്യതയോളം നമ്മളെ സ്നേഹിക്കുന്ന പിതാവാണ്. അപ്പം അവനിലാകണം നമ്മുടെ വിശ്വാസം. In whom is our faith? So the first point, make use of every opportunity to have an encounter with Jesus. രണ്ടാമത്തത്, let your faith be strong not in anybody else but in Jesus Christ, the Savior of the world. മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ബാർത്തിമസ് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നേ? Son of Jesus, son of David, have mercy on me. മലയാളത്തില് എന്നോട് കരുണ ഉണ്ടാകണമേ എന്നാണ് അവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാ? നമുക്ക് ആ ചുങ്കക്കാരന്റെയും ടാക്സ് കളക്ടറിന്റെയും ആ ഫാരസിയുടെയും പ്രാർത്ഥന അറിയാമല്ലോ അല്ലെ? ഫാരസി എന്താ പറയോ, ഞാൻ ഈ ടാക്സ് കളക്ടറെ പോലെ ഒന്നും അല്ല, ഞാൻ അവനെക്കാട്ടി ഭേദമാണ്. അങ്ങനെയാണോ? പക്ഷെ ടാക്സ് കളക്ടർ എന്താ ചെയ്തേ? സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ തനിക്ക് വയ്യായിരുന്നു. അയ്യോ, എന്നോട് കരുണയുണ്ടായി. ഇവിടെ ബാർത്തിമസിനെ ഒന്ന് നോക്കിക്കേ. ഹാവ് മേഴ്സി ഓൺ മീ. കർത്താവെ, ഞാൻ ഒന്നുമില്ല, നിന്റെ കരുണയല്ലാതെ, നീ കരുണ കാണിച്ചിട്ടല്ലാതെ എനിക്ക് ഒന്നുമില്ല. പ്രിയ സഹോദരിമാരെ, the third point that I would like to enlighten here is that our faith should not be focused on our merits but on the mercy of God. നമ്മുടെ വിശ്വാസം ബേസ് ചെയ്യേണ്ടത് ഒരിക്കലും നമ്മുടെ മെറിറ്റിലല്ല, നമ്മൾ ചെയ്യുന്ന നന്മകളിലല്ല, നമ്മുടെ കാര്യങ്ങളിലല്ല, മറിച്ച് എവിടെയായിരിക്കണം? കർത്താവിന്റെ കരുണയിലായിരിക്കണം. കർത്താവിന്റെ കരുണയിലായിരിക്കണം. നമുക്കൊന്നും പുകഴാനില്ല അല്ലെ? നമുക്ക് ഒന്നും പുകഴാനില്ല. കർത്താവ് സങ്കീർത്തനത്തിൽ പറയുന്ന, ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെ മാത്രമാണ് നമ്മുടെ ജീവിതം. നത്തിങ്. നമ്മള് ഈ ന്യൂസിലൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, ഇന്ന് ആരോഗ്യത്തോടെ നടന്ന നമുക്ക് എന്താ പുകഴാനുള്ളത്? പ്രിയമുള്ളവർ, ഇന്ന് നമ്മള് ശ്വസിക്കുന്നെങ്കിൽ, ഇന്ന് നമ്മുടെ കൈ ഒന്ന് ചലിക്കുന്നെങ്കിൽ, ഇന്ന് നമ്മളൊന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ആരുടെ ദയവാ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ, നമ്മുടെ കർത്താവിന്റെ ദയ മാത്രമാണ്, നമ്മുടെ ദൈവത്തിന്റെ കരുണ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ആ കരുണയിലായിരിക്കണം. എന്റെ മിടുക്ക്, എന്റെ സാമർഥ്യം, ഞാൻ ചെയ്യുന്നു, ഒന്നും അവിടെ വില പോകത്തില്ല. ഒന്നും അവിടെ വില പോകത്തില്ല. അവിടെ എന്താ വില? കർത്താവിന്റെ കരുണ മാത്രമാണ്. ഇവിടെ ആ ബർത്തിമേസിന് എന്താ പറയാനുള്ളത്? കർത്താവ്, എനിക്ക് ഒന്നുമില്ല, എനിക്ക് ഈ ലോകത്തിലൊന്നും, എനിക്ക് എന്തോ സമ്പാദ്യമായിട്ടുള്ളത്? നീ കരുണ കാണിക്കണം. ദാവീദിന്റെ സങ്കീർത്തനം അത് പറയുന്നുണ്ടല്ലേ, എന്നോട് കരുണ ഉണ്ടാകണമേ. ദാവീദ് ഒരു രാജാവാണ്, എങ്കിലും പറയുന്നത് എന്നോട് കരുണയുണ്ടാകണമേ. ദൈവമക്കളെ, let our faith be not on the basis of any of our merit. നമുക്ക് പൗലോസ് എനിക്ക് പ്രശംസിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ഉള്ളത്? കർത്താവിന്റെ
ക്രൂശ് മാത്രം, വേറെ ഒന്നുമില്ല. ഈ ലോകത്തിൽ കാണുന്ന എല്ലാം നശ്വരമാണ്. അതുകൊണ്ട് let our faith be focused on the Lord's mercy. കർത്താവിന്റെ കരുണയിൽ നമ്മുടെ വിശ്വാസം ബേസ് ചെയ്തിരിക്കട്ടെ, not on any of our merit. നമുക്ക് മുൻപോട്ട് പോകാം. അടുത്ത പോയിന്റ്, ഈ പോയിന്റ് ഞാൻ ഏതൊരു മെസ്സേജിലും എനിക്ക് തോന്നുന്നു, ഞാൻ ഏത് മെസ്സേജ് എടുത്താലും എവിടെയെങ്കിലുമൊക്കെ ഈ പോയിന്റ് വരും. Our faith should be personal, not generalized. ഇവിടെ എങ്ങനെ ബർത്തമിസ് കരയുന്നത് ഒന്ന് വായിച്ചേ. Have mercy on me. ഒരു പേഴ്സണൽ വിശ്വാസം. നമ്മുടെ വിശ്വാസം ഒരിക്കലും മറ്റുള്ളവരെ നോക്കി നമുക്ക് നമ്മുടെ വിശ്വാസം അളക്കാൻ പറ്റത്തില്ല, അല്ലെ? പേഴ്സണൽ, നമുക്ക് പേഴ്സണലായിട്ട് എത്രത്തോളം ഈ ദൈവത്തിലുള്ള വിശ്വാസം നമുക്കുണ്ട്. പേഴ്സണൽ. മറ്റുള്ളവരെ നമ്മളെ കാണുമ്പോൾ, അതിപ്പം ഞാൻ ഇവിടെ എനിക്ക് അറിയത്തുള്ളൂ എനിക്ക് എത്രമാത്രം എൻ്റെ ദൈവത്തിൽ ആഴമായിട്ടുള്ള വിശ്വാസം ഉണ്ടെന്നുള്ളത്. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ, ഞാൻ പലപ്പോഴും ജീവിതത്തിലെ പ്രതികൂലങ്ങളൊക്കെ പ്രിയ സഹോദരി ലൗലിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ചെറിയ പ്രതികൂലങ്ങളൊക്കെ ഞാനിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ചെറിയ പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ ഞാനും ഒരു മനുഷ്യ സ്ത്രീ വേവറ് ചെയ്യും. പക്ഷെ പിന്നെയും ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. നമ്മുടെ വിശ്വാസം എവിടെയാണ്? പത്രോസിന്റെ വിശ്വാസം, പത്രോസിനെ നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു കടലിന്മേൽ നടക്കാൻ പറഞ്ഞു, അല്ലെ? ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ മേൽ ഫോക്കസ് ചെയ്തപ്പോൾ നടന്നു. പക്ഷെ തന്റെ ശ്രദ്ധ കർത്താവിൽ നിന്ന് മാറിയപ്പോഴാണ്, പ്രിയമുള്ളവർ, എത്രത്തോളം നമുക്ക് നമ്മളെ തന്നെ പേഴ്സണലായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ഇപ്പൊ എന്നെ മറ്റുള്ളവരെ കാണുമ്പോഴോ, ജിൻസിയോ യോഗത്തിന് പോകുന്നു, മീറ്റിംഗ്സ് ഒക്കെ ആക്റ്റീവാണ്, ഓക്കെ, വളരെ നല്ല പക്ഷെ ആർക്ക് എന്റെ വിശ്വാസത്തിന്റെ അളവ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒന്ന്, എനിക്കും അതിൽ കൂടുതൽ, എന്നെക്കാട്ടിൽ കൂടുതൽ എന്നെ അറിയുന്നവൻ ആരാ? എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്, എന്റെ രക്ഷിതാവിന് മാത്രമേ എന്റെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ നമുക്ക് കഴിയുമോ? നമ്മളെ നോക്കി നമ്മുടെ കർത്താവ് എന്താ പറയാ? അല്പവിശ്വാസിയെ. ഒരിക്കല് നമുക്കറിയാം, ശിഷ്യന്മാര് ഒരു പിതാവ് തന്റെ മകന് വേണ്ടി തന്റെ മകന് സൗഖ്യത്തിനായിട്ട് ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നല്ലേ. അവിടെ കർത്താവ് ചോദിക്കുന്നത്, ഞാൻ എത്രത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ട്? അല്പവിശ്വാസം. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്, അതെങ്ങനെ? പക്ഷെ അത് ബിൽഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫെയ്ത്ത് ബിൽഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ? നമുക്ക് പേഴ്സണലായിട്ട് കർത്താവുമായിട്ടൊരു ഫെലോഷിപ്പ് വേണം. പലപ്പോഴും നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാ? രാവിലെ ഒരു പ്രാർത്ഥന, അതെന്നെ പലപ്പോഴും എൻ്റെ ജീവിതത്തിലുള്ളതാ കേട്ടോ. രാവിലെ ഒരു പ്രാർത്ഥന, അതെന്തിനാ? അയ്യോ ദൈവം ശിക്ഷിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു കുറ്റബോധം. അങ്ങനെയാണോ? അങ്ങനെയല്ല. ദൈവം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ, അത് നമ്മൾ ബിൽഡ് ചെയ്യണമെങ്കിൽ കർത്താവുമായിട്ടുള്ള, ഇപ്പം എനിക്ക് വേറൊരാളെ അറിയണമെങ്കിൽ ആ ആളുമായിട്ട് എനിക്ക് ബന്ധം വേണം, കമ്മ്യൂണിക്കേഷൻ വേണം, ആ ആളിനെ കുറിച്ച് നന്നായിട്ട് അറിയണം. അന്നെങ്കിൽ മാത്രമേ ആ ആൾ എത്രമാത്രം എന്റെ കൂടെ നിൽക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അവനുമായിട്ടൊരു ബന്ധം വേണം. കർത്താവുമായിട്ടൊരു ബന്ധം നമുക്ക് വേണം. ഒരു ഫോർമൽ റിലേഷൻഷിപ്പ് അല്ല, മറിച്ച് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു, പക്ഷെ ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുവാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പം നമ്മൾ ഇത്രയും എന്തൊക്കെയാ കണ്ടത്? ഓപ്പർച്യൂണിറ്റീസ് മിസ്യൂസ് ചെയ്യരുത്. മാത്രമല്ല നമ്മുടെ വിശ്വാസം, പൗലോസ് പറയുന്നു, അല്ല ആരെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ കണ്ടത്
കർത്താവിന്റെ കരുണയുടെ ബേസിസിലായിരിക്കണം നമ്മുടെ വിശ്വാസം, നമ്മുടെ മെറിറ്റ് അല്ല. പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ ഫെയ്ത്ത് എങ്ങനെയുള്ളതായിരിക്കണം? പേഴ്സണൽ, നോട്ട് ജനറൽ. അടുത്തതായിട്ട് our faith should overcome all hindrances. നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതായിരിക്കണം? എല്ലാ തടസ്സങ്ങളെ നീക്കിക്കളയുന്ന, അല്ലെങ്കിൽ അതിനൊക്കെ ഒന്ന് തരണം ചെയ്യുന്ന വിശ്വാസമായിരിക്കണം നമുക്കുള്ളത്. അവിടം വരെ ഒന്നും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ലല്ലോ. നമുക്കൊന്ന് നോക്കിയാൽ, എന്നെ നോക്കിയാൽ എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് ആ 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീയെ കൂടെ നമുക്കൊന്ന് നോക്കിക്കേ. ഒരു വലിയ ജനസംഖ്യ അവിടെ ഉണ്ട്, തന്റെ ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും താൻ ഒറ്റ ലക്ഷ്യമായിരുന്നു ആ 12 വർഷക്കാലം ആ രക്തസ്രാവമുള്ള സ്ത്രീക്ക്. എന്തുവായിരുന്നു ഒറ്റ ലക്ഷ്യം? കർത്താവായ യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തുന്നലൊന്ന് തൊടണം. ആ വിശ്വാസത്തെ കർത്താവ്, സീക്രട്ട് ആയിട്ടുള്ള വിശ്വാസം അവിടെ കർത്താവ് പബ്ലിക് ആക്കി. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്കൊന്ന് നോക്കിക്കേ. ഒരു വലിയ ക്രൗഡ് ഉണ്ടല്ലേ, ഒരു വലിയ ക്രൗഡ് ഉണ്ട്. യേശു കർത്താവ് മുന്നോട്ട് പോയി. എങ്കിലും തനിക്ക് കണ്ണ് കാണത്തില്ല. എന്തൊക്കെ ഹിൻഡ്രൻസസ് ആണെന്ന് നോക്കിക്കേ. ഈ ബ്ലൈൻഡ് മാൻ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ കുരുടനായ മനുഷ്യനുണ്ടായിരുന്നത്. കണ്ണ് കാണത്തില്ല, ഒരു വലിയ ക്രൗഡ് ഉണ്ട്. മാത്രമല്ല ജനങ്ങൾ അവിടെ എന്താ പറയുന്നേ? ഒന്ന് മിണ്ടാതിരിക്കേ, യു റെബ്യൂക്ക്, സ്റ്റോപ്പ് ഇറ്റ്, ഡോണ്ട് ഷൗട്ട്. പക്ഷെ ഇതൊക്കെ താൻ വകവെച്ചോ? ഈ ബ്ലൈൻഡ് മാന് വകവെച്ചോ? ഇല്ല. അതിനൊക്കെ ഓവർകം ചെയ്തു. തന്റെ ലക്ഷ്യം എന്തായിരുന്നു? കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്പർശനം തനിക്കൊന്ന് ഏൽക്കണം, തന്റെ പ്രശ്നത്തിന് പരിഹാരം വേണം. ഒറ്റ ലക്ഷ്യം. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സന്നദ്ധിയിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ, അല്ലെങ്കിൽ കർത്താവിന്റെ സന്നദ്ധിയിൽ നമ്മുടെ വിശ്വാസത്തിന് പലപ്പോഴും ഹിൻഡ്രൻസസ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളായിരിക്കാം, ദൈവസന്നിധിയിൽ ഇരിക്കാൻ പല തടസ്സങ്ങളുണ്ട് അല്ലേ? പക്ഷെ നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതായിരിക്കണം? ഈ തടസ്സങ്ങളൊക്കെ നേരെ പൗലോസ് പറയുന്നത്, ഐ ക്യാൻ ഡു എവറിതിങ് ത്രൂ ഹിം ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ആ കർത്താവിന്റെ ശക്തിയിൽ നമുക്കൊന്ന് ആശ്രയിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം സിസ്റ്റർ ലവ്ലിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇച്ചിരി പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോടൊരു വാക്ക്, നീ വേറെ ആരോടും പറയണ്ട. എന്നോട് സിസ്റ്റർ ലവ്ലി പറഞ്ഞ വാക്ക്, നീ വേറെ ആരോടും പറയണ്ട, നീ അവിടെ മുട്ടും മടക്കി ദൈവത്തോട് പറ, ദൈവം നിന്നെ ശക്തീകരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവർ, ഏത് തടസ്സങ്ങളെയും നമ്മുടെ വിശ്വാസം ഏത് തടസ്സങ്ങളെയും തരണം ചെയ്യുന്ന വിശ്വാസമായിരിക്കണം. ഈ ബർത്തമേസിനെ പോലെ ആ 12 വർഷക്കാലം രക്തസ്രാവം ഉണ്ടായിരുന്ന ആ സ്ത്രീ, ഒറ്റ ലക്ഷ്യം, ആ സ്ത്രീയെ പോലെ. ഇതൊക്കെ എന്തിനാ നമുക്ക് എഴുതി തന്നിരിക്കുന്നതെന്നറിയാമോ? ഈ കുരുടനായ മനുഷ്യൻ ലഭിച്ച സൗഖ്യം, ഇതൊക്കെ എന്തിനാ എഴുതി തന്നിരിക്കുന്നേ? നമുക്ക് ഗുണീകരണത്തിനാ. നമ്മൾ ഇതിന്നൊക്കെ എക്സാമ്പിൾസ് പഠിക്കണം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം, ഹിൻഡ്രൻസസ് ഉണ്ടാവും. ചിലപ്പം കുഞ്ഞുങ്ങളായിരിക്കാം, പഠനമായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഇസ്, എല്ലാ ഹിൻഡ്രൻസസിനെയും ഓവർകം ചെയ്യുന്നതായിരിക്കണം നമ്മുടെ. പൗലോസിന്റെ ജീവിതത്തിൽ എല്ലാ പ്രതികൂലങ്ങളും തനിക്കുണ്ടാകും, പക്ഷെ താൻ നിർത്തിയോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം അങ്ങനെയുള്ളതായിരിക്കട്ടെ. അടുത്തതായിട്ട്, അവർ ഫെയ്ത്ത് ഷുഡ് ബി സ്പെസിഫിക്. നമ്മുടെ വിശ്വാസം സ്പെസിഫിക് ആയിരിക്കണം, ഒറ്റ ലക്ഷ്യം. ഇവിടെ എന്തുവായിരുന്നു? ഇവിടെ ബാർത്തിമേസിന്റെ ലക്ഷ്യം, എനിക്ക് കണ്ണ് കാണും, എനിക്കൊരു കാഴ്ച ലഭിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം ഫോക്കസ്ഡ് ആയിട്ടുള്ള വിശ്വാസമായിരിക്കണം. ഹന്നയുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ. അവിടെ കരഞ്ഞു. എന്തായിരുന്നു തന്റെ ലക്ഷ്യം? എനിക്കൊരു പുത്രനെ നീ. ദൈവം ആ പ്രാർത്ഥന കേട്ടോ? നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും എനിക്ക് തോന്നുന്നു കുറച്ചു നാൾ മുന്നേ മോർണിംഗ് വോയിസിൽ എനിക്ക് പെട്ടെന്ന് വന്ന ചിന്തയാണ്, നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നമ്മൾ ആഗ്രഹിക്കുന്ന മറുപടി കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ നമ്മുടെ വിശ്വാസം ഫോക്കസ്ഡ് ആയിരിക്കണം. ദൈവത്തിന്റെ മറുപടി എന്തായിരുന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള വിശ്വാസവും അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണെന്നുള്ളത് ഉറപ്പും നമുക്ക് വേണം.
നമ്മുടെ വിശ്വാസം ഫോക്കസ്ഡ് ആയിട്ടുള്ള വിശ്വാസമായിരിക്കണം. കീപ് യുവർ ഫെയ്ത്ത് ഫോക്കസ്ഡ്. അതുകൊണ്ട് നമ്മുടെ ആവശ്യം ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ഫെയ്ത്ത്. പ്രിയമുള്ളവരെ, അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്തതായിട്ട് നമ്മുടെ വിശ്വാസം ബോൾഡ് ആയിട്ടുള്ളൊരു വിശ്വാസമായിരിക്കും. ബോൾഡ് ആയിട്ടുള്ളൊരു വിശ്വാസം. ഹന്നെ പോലെ ആരെന്ത് പറഞ്ഞാലും പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ഏറ്റു പറയാൻ നമുക്ക് മടിയാണ്. പക്ഷെ അവിടെ നമുക്കൊന്നും ഓർക്കാം, ബോൾഡ് ആയിട്ടുള്ള വിശ്വാസം. എവിടെയും എൻ്റെ കർത്താവിനെ കുറിച്ചൊന്ന് പറയാനുള്ള നമ്മളിപ്പം ഇവാഞ്ചലൈസേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലേ. ബോൾഡ് ആയിട്ടുള്ള വിശ്വാസം. ഇവിടെ ബോൾഡ് ആയിട്ടാണ്. ഇവിടെ എന്ത് ബോൾഡ് ആയിട്ടാ ഈ ബാർത്തമസ് പോകുന്നേ അല്ലേ? ആരെയും നോക്കിയില്ല, ബോൾഡ് ആയിട്ട് പോയി. ആൾക്കാർ അവനോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. പക്ഷെ അതൊന്നും ഞാൻ ബോൾഡായിട്ട് എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ പോകും. എൻ്റെ ആവശ്യങ്ങളെ ഞാൻ അറിയിക്കും. അവൻ എന്നെ സഹായിപ്പാൻ മതിയായവനാണെന്നുള്ളത് ഞാൻ ഉറച്ചിരിക്കുകയാണ്. ഞാൻ പോകും. ബോൾഡായിട്ടുള്ള തീരുമാനം. ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇയ്യോബ് എന്താ പറയുന്നത്? ഐ നോ മൈ റിഡീമർ ലിവ്സ്. ഞാൻ എൻ്റെ സ്വന്തം കണ്ണാൽ നിന്റെ മഹത്വം കാണും. എൻ്റെ സ്വന്തം കണ്ണാൽ, എൻ്റെ സ്വന്തം കണ്ണാൽ. എനിക്കെല്ലാം നഷ്ടമായിക്കോട്ടെ, പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്. എൻ്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ കാണും, എൻ്റെ സ്വന്തം കണ്ണാൽ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം ബോൾഡ് ആയിട്ടുള്ളൊരു വിശ്വാസമായിരിക്കട്ടെ. എവിടെയും എൻ്റെ കർത്താവിനെ സാക്ഷീകരിക്കുവാൻ, എൻ്റെ കർത്താവിനെ കുറിച്ച് 2 ലൈൻ പറയുവാൻ, അല്ലെങ്കിൽ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ കുറിച്ച് പറയുവാൻ ബോൾഡ് ആയിട്ടുള്ളൊരു വിശ്വാസം. പിന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നു, ഇംപോസിബിൾ പോസിബിൾ ആക്കുന്ന ഒരു ദൈവമാണ് ഞാൻ ആശ്രയിക്കുന്നെന്നുള്ള, അല്ലെ? ബോൾഡായിട്ട് ഈ ബാർത്തിമസ് അത് വിശ്വസിച്ചു. അതുകൊണ്ടാണ് എല്ലാ തടസ്സങ്ങളെയും നീക്കി ബാർത്തിമസ് ആ കർത്താവിന്റെ അരികിൽ പോകുന്നത്. നമുക്ക് ആ വിശ്വാസം ഉണ്ടോ? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ അതെന്റെ ജീവിതത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ? നടക്കുമോ? പക്ഷെ അങ്ങനല്ല. ദൈവം നടത്തുവാൻ ശക്തനാണ്. ഇതാണ് പൗലോസ് പറയുന്നത്. പിന്നെ തന്നാലും തന്നില്ലെങ്കിലും. ശദ്രക്, മേശക്, അബേദ്നെഗോ പറയുന്ന ഒരു കാര്യമുണ്ട്. വിടുവിപ്പാൻ ഞങ്ങളുടെ ദൈവം ശക്തനാണ്, ഇനി വിടുവിച്ചില്ലെങ്കിലും ഞങ്ങളുടെ ഈ ദൈവത്തിൽ നിന്ന് മാറുകയില്ല. നീ വെച്ചിരിക്കുന്ന ഈ ബിംബത്തെ ഞങ്ങള് സേവിക്കുകയില്ല. ബോൾഡായിട്ടുള്ള വിശ്വാസം. ഞാൻ എൻ്റെ കർത്താവിന്റെ അരികിൽ സൗഖ്യത്തിനായിട്ട് പോകും. ഞാൻ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ എൻ്റെ ആവശ്യങ്ങളെ അറിയിക്കും. ഞാൻ എൻ്റെ കർത്താവിനെ കുറിച്ച് ബോൾഡായിട്ട് സാക്ഷീകരിക്കും. അവിടെ ഇനി എന്ത് സംഭവിച്ചാലും ഈ കർത്താവ് എന്നെ സഹായിപ്പാൻ ശക്തനാണെന്നുള്ള ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സഹായിക്കാനും അല്ലെങ്കിൽ വിടുവിക്കുന്നതും ആരുടെ ഇഷ്ടമാണ്? ദൈവത്തിന്റെ. അവിടെ വിടുവിച്ചില്ലെങ്കിലും അതിനും ദൈവത്തിനൊരു ഹിതമുണ്ട്. നമ്മളെ തന്നെ അങ്ങനെ ഒരു ഇഷ്ടത്തിനായിട്ട് സമർപ്പിക്കുവാൻ നമ്മൾ ബോൾഡാണോ? ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. അവസാനമായിട്ട് ഇവിടെ ഒരു കാര്യം, നമ്മുടെ ഫെയ്ത്ത് ഒരിക്കലും നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല. ആരുടെ മഹത്വത്തിന് വേണ്ടിയായിരിക്കണം? കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ രക്ഷിതാവിന്റെ മഹത്വത്തിനായിരിക്കണം. എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ എന്തും നേടിയെന്നല്ല. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം നമ്മളൊന്ന് വായിച്ചാല് അവിടെ പറയുന്നത് ഹി ഫോളോഡ് ജീസസ്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മളൊന്ന് വായിച്ചാൽ ഹി ഗ്ലോറിഫൈഡ് ഗോഡ് ഫോളോയിങ് ജീസസ് എന്നവിടെ പറയുന്നുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തി. കാഴ്ച ലഭിച്ചു സന്തോഷത്തോടെ അങ്ങ് പോവുകയല്ല. എനിക്ക് കാഴ്ച ലഭിച്ചു, ദൈവമേ സ്തോത്രം, അല്ലെങ്കിൽ നന്ദി എന്ന് പറഞ്ഞു പോവുകയല്ല. ഹി ഗ്ലോറിഫൈഡ് ഗോഡ്. 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം ലഭിച്ചല്ലേ? അതിൽ എത്ര പേരാ മടങ്ങി വന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിക്കേ. എത്രയോ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ദൈവനാമം നമ്മൾ മഹത്വപ്പെടുത്താറുണ്ടോ? പലപ്പോഴും ആ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കുക എന്നല്ലാതെ
നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. ഇവിടെ ബാർത്തിമേസിൽ നിന്ന് പഠിക്കുവാൻ ഒരു കാര്യം, നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം, he glorified God at the end of the day. At the end of the day, ഒറ്റ ലക്ഷ്യം, ദൈവനാമം മഹത്വം. നമ്മൾ എന്ത് ചെയ്താലും പൗലോസ് പറയുന്നുണ്ട്, whether we eat or drink, glorify, തിന്നാലും കുടിച്ചാലും നമുക്ക് ദൈവനാമം മഹത്വത്തിന്. പിന്നെ കർത്താവ് യേശു ക്രിസ്തു ഇവിടെ കരുണ കാണിക്കുന്നു അല്ലേ? ദൈവം, കർത്താവ് യേശു ക്രിസ്തുവിനോട് നമ്മൾ കരഞ്ഞപേക്ഷിച്ചാൽ നമ്മൾ ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഇവിടെ ബാർത്തിമേസിനോട് കരുണ കാണിച്ച നമ്മുടെ കർത്താവ് നമ്മളോടും കരുണ കാണിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം കരുണ കാണിച്ചിട്ടില്ലേ? നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. അന്ധകാരത്തിൽ, പാപത്തിന്റെ കുഴിയിൽ ദൈവസന്നിധിയിൽ വരുവാൻ യാതൊരു യോഗ്യതയും നമുക്കില്ല. പാപത്തിന്റെ അന്ധത, നമ്മളും കുരുടരായിരുന്നു അല്ലേ? ഒരു ഇതിൽ നോക്കിയാൽ നമ്മള് കുരുടരായിരുന്നു. പക്ഷെ കർത്താവ് നമ്മളോട് കരുണ കാണിച്ചു. നമ്മൾ കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ, കർത്താവേ നീ എന്റെ രക്ഷകനായി വരണമേ, കർത്താവ് നമ്മളോട് ദയ കാണിച്ചു. നമ്മളോട് ദയ കാണിച്ചത് എങ്ങനെയാ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞുകൊണ്ട് ഈ താണഭൂമിയിൽ ഇറങ്ങി വന്നു. ആ നീച മരണം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന നമ്മുടെ കർത്താവ്, മുൻപിലുള്ള സന്തോഷത്തെ ഓർത്തപ്പോൾ കഷ്ടത ആസ്വദിച്ച നമ്മുടെ കർത്താവ് നമ്മുടെ അന്ധത മാറ്റി ഇന്ന് നമ്മൾ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ നിർത്തിയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാ? അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഉത്തരവാദിത്വം എത്രയോ വലുതാണ്. ഞാനിവിടെ നിർത്തട്ടെ. നമ്മൾ ഇന്ന് ചിന്തിച്ചത് ബാർത്തിമേസിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, യൂസ് എവറി ഓപ്പർച്യൂണിറ്റി ടു ഹാവ് an encounter with God and to glorify God. രണ്ടാമത് നമ്മൾ കണ്ടത്, യുവർ ഫെയ്ത്ത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. ബാർത്തിമേസിന്റെ വിശ്വാസം യേശു കർത്താവിൽ മാത്രമായിരുന്നു. നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ആശ്രയം എവിടെയാണ്? മൂന്നാമത്തത്, നമ്മുടെ മെറിറ്റിന്മേലല്ല, മറിച്ച് കർത്താവിന്റെ ദയയുടെ ബേസിസിലായിരിക്കണം നമ്മുടെ വിശ്വാസം. പിന്നീട് നമ്മൾ കണ്ടത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. പിന്നീട് ഏത് തടസ്സങ്ങളെയും മറികടക്കുവാൻ ശക്തിയുള്ള ഒരു വിശ്വാസമായിരിക്കണം നമ്മുടേത്. മാത്രമല്ല, നമ്മുടെ ഫെയ്ത്തിന്റെ ഫോക്കസ് സ്പെസിഫിക് ആയിരിക്കണം. ജനറലൈസ്ഡ് ഫെയ്ത്ത് അല്ല, ഫോക്കസ്ഡ് ഫെയ്ത്ത് ആയിരിക്കണം. പിന്നെ നമ്മൾ കണ്ടത് ഒരു ബോൾഡ് ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസം ബോൾഡ് ആയിരിക്കണം. അവസാനം നമ്മൾ കണ്ടത്, ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത്, നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യം ദൈവനാമത്തിന്റെ മഹത്വമായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മളോട് കാരണം നമ്മുടെ അന്ധത മാറ്റിയ കർത്താവിനെ നമുക്ക് സേവിക്കാം, അവനായിട്ട് നമ്മുടെ ജീവിതം സമർപ്പിക്കാം, അവനുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നും ഉണ്ടാകാൻ, ആ റിലേഷൻഷിപ്പിൽ വളർന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം അതിനായിട്ട് ഇടയാക്കട്ടെ. ഇങ്ങനെ എനിക്കൊരു അവസരം തന്ന പ്രിയ സഹോദരിമാരുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. പ്രിയ സഹോദരിമാരെ, ഈ മെസ്സേജ് നിങ്ങൾക്കൊരു ചാലഞ്ച് ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.